നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കള്. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാ. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവെ, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികള്, സാമ്പത്തിക ബാധ്യതകള് കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവര്, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകള്, പൈസ കൈ തികയാത്തവര്, പൂർണ്ണമായിട്ടും ഇല്ലാത്തവര്, അവരെയൊക്കെ നീ സന്ധിക്കണം. കൃപാസ്ഥാനത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിന് യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ, ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, പോക്കാരും കാണുന്നില്ലല്ലോ, ആരെങ്കിലും അയക്കണമേ കർത്താവേ, മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങള്, പരീക്ഷ എഴുതി കഴിഞ്ഞവര്, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കർത്താവ്, അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കുന്ന മനുഷ്യന്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിന്റെ ശക്തി യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിന്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കൊണ്ട് കർത്താവിന്റെ കൃപയുടെ ശക്തിയാൽ നിന്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും ഈശ്വരനാഥ് പരിഹരിക്കപ്പെടുകയും നീ ഈശ്വരനാമത്തിൽ സൗഖ്യപ്പെടുകയും ഈശ്വരനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര നീക്കാമേ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ്. മത്സരം ഒരു അവസരം. എന്തിന്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഒരു മുറിയിൽ പ്രശ്നം ഉണ്ടാവും, ഒരു മുറിയിൽ യേശു ഉണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ, ഒരു മുറിയിൽ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോ കുടുംബജീവിതം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകണം. അരിപ്രശ്നം, ജോലി പ്രശ്നം, വിസ പ്രശ്നം, പ്രൊമോഷൻ പ്രശ്നം ഒക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല. അടുക്കള പ്രശ്നം കൂടുതലും അരിപ്രശ്നമാണ്. അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും, വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത്. ഇനി
ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അവിടെ വേറെ ഒരാൾ മസ്റ്റായിട്ട് ഉണ്ടാകണം. കാനായിലെ കല്യാണത്തിൽ എങ്ങനെയാണ്? അടുക്കളയിലൊരു പ്രശ്നം, ഒരു മുറി പ്രശ്നം ഉണ്ടായി, വേറൊരു മുറിയിൽ യേശു ഉണ്ട്. പക്ഷെ യേശു ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ വേറൊരാളുണ്ടാകണം. അതാണ് ഒരു വചനം പറയണത്. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. എന്തിനാ? പ്രശ്നത്തെ യേശുവായിട്ട് ലിങ്ക് ചെയ്യാൻ. അവരാണ് ഈ ലൈൻമാൻ എന്ന് പറയുന്ന ആള്, കണക്ഷൻ കൊടുക്കുന്ന ആള്. യോഹന്നാൻ 2:1. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ചുമ്മാ വായിച്ചു പോകും, അതല്ല. അത് വായിക്കണമെങ്കിൽ അതിന്റെ എംഫസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം. അതിന്റെ അപ്പുറത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്താണ്? യോഹന്നാന്റെ 1-ാം ചാപ്റ്റർ വായിക്കണം. എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ്. അതിന് പകരമാണ് യോഹന്നാന്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കില് യോഹന്നാൻ അറിയാതെ പറഞ്ഞു പോണതാണ്. എന്താണ്? കാനായിൽ വിവാഹാഘോഷം നടന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്ന പോലെ യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. ഇനി അമ്മയുടെ റോൾ എന്താണ്? ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത്. അപ്പൊ ദൈവം സ്ഥാപിതമായ ഒരു റോളാണത്, അല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്ത റോളല്ല. ദൈവസ്ഥാപിതമായ റോളാണ്. വചനം നമുക്ക് വഴികൾ കാണിച്ചു തരുന്നുണ്ട്. അതാണ് ഉടമ്പടി. അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാർ വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത്. അതിന് നോൺ പ്രൊപ്പോർഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത്. എന്താ കാര്യം? അവരുടെ വിശ്വാസത്തെക്കാൾ ഉപരി മറിയത്തിന്റെ മാധ്യസ്ഥത്തില് ഉള്ള അവലംബമായിട്ട് അത് വരണത്. ഇനി രസമെന്ന് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള വിഷയമാണ്. ഈ കൂടെ താമസിച്ചവനെ രാത്രി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത് ഇന്നലെ കണ്ടില്ലേ? അപ്പൊ പ്രഭു ഈശോ എന്ത് പറഞ്ഞു? റബി എന്ത് പറഞ്ഞു? വന്ന് കാണുക. ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പോസ്തലന്മാർ തിരക്കിയെടുക്കണ മുമ്പ് വചനത്തിന്റെ കൂടെ താമസം ആരാണ്? അമ്മയാ. അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം അറിയാം. അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞ് തികയാതെ വന്നപ്പോഴേ ഉടനെ യേശുവിന്റെ അമ്മ 2:3 അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല. അതാണ് വിഷയം. അതായത് ആ തീർന്നുപോയ വിഷയം മനസ്സിലാക്കിയപ്പോൾ ശരിക്കും പറഞ്ഞ അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യമില്ല. എന്താ കാര്യം വെച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങൾ ഉള്ളതാ. ഇനി തീർന്നു പോയെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്ത് ചെയ്യും? കടയിൽ പോയി മേടിക്കും. ഇപ്പൊ പോകേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പൊ തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും. അന്നിപ്പം കൂട്ടിക്കൊണ്ടുപോകണം ചെന്ന് മേടിക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അവിടെ വീഞ്ഞ് തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം, അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം, സിമ്പിളായിട്ട് പരിഹരിക്കാം. ഇവിടുത്തെ മറിയം എന്താ പറയണ വെച്ചാൽ നമ്മുടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയണത്. മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലമാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത്. എന്താണ്? പലരും ദൈവത്തെ വിശ്വസിക്കും, എന്നാലും അവൻ അവബോധം മനസ്സിൽ പറയും അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇവ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് 98% മാർക്കുണ്ടല്ല. 98 94 ഉള്ള അണ്ണന്മാര് ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കുമെങ്കിൽ അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ല. അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിക്കണത്. മക്കൾക്കൊന്നും അത്ര താല്പര്യം. മക്കളെയും കൊണ്ട് അമ്മമാരും എന്നെ കാണാം. അതുങ്ങളെ ഇങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിൽക്കും. എന്താ കാര്യം? അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞു, വന്ന് അതുപോലെ വന്ന് മുട്ട നിൽക്കും. അവരെ കാണുമ്പോൾ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികള് വലിഞ്ഞു കയറി ആൾക്കാരെ നിൽക്കണമെന്ന് അറിയാം. കാണുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണം. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി.
കാര്യം ദൈവ തിരുസന്നിധിയിൽ വരുമ്പോ നല്ല വിശ്വാസവും, ദൈവത്തിന്റെ തിരുസന്നിധി വരുമ്പോ അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും. നമ്മുടെ വിശ്വാസവും, കാര്യം നമ്മളുടെ ഒരു അഹങ്കാരമാണ് ഇതിൻ്റെ അകത്ത് വരണതേ. വെച്ചാൽ എനിക്ക് മാർക്കുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ എടുക്കണത്, ഞാൻ എന്തിനാണ് ആൾക്കാരൊന്ന് പ്രാർത്ഥിക്കണത്, ആർക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടും. അപ്പൊ സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കണത്. ഈ കാനായിലെ കല്യാണത്തിന് വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാം, അത് മെറിറ്റാണത്. വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ്. ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത്. മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ പൈതലെ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കണത്. ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞേ എനിക്ക് അനുഗ്രഹം കിട്ടാവൂ. അതൊരു നിലപാടിന്റെ ഭാഗമാണ്. എനിക്ക് കഴിവുണ്ടാകാം, കഴിവില്ലായിരിക്കും, അതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം. ദൈവത്തിന് നാം മഹത്വപ്പെടണം. അത് മറിയത്തിന്റെ ഒരു നിലപാടാണത്. മറിയത്തിന്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂർവ മനോഭാവത്തിന്റെ എതിരെയുള്ള നിലപാടാണ്, ഒരു സുവിശേഷവിധ നിലപാടാണ് മറിയത്തിന്റെ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും മെറിറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് യോഗ്യത, വീട്, ജോലി, ആസ്തി, ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം, എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മികത നമുക്ക് സാധിക്കില്ല. നമുക്കത് ഒന്നും ഇല്ലാത്തവരെ പോലെ തന്നെ ആയിരിക്കണം ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്. അതാണ് ആധ്യാത്മികത എന്ന് പറയണത്. ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ ആകണത്. കാര്യം നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് പൊന്നുണ്ട്, നമുക്ക് സ്വാധീനമുണ്ട്, പ്രാർത്ഥിക്കലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ലേ നടക്കില്ല, അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയണത്. അപ്പൊ പല അനുഗ്രഹങ്ങളുടെയും ഒരു അവസ്ഥ എന്ന് പറയണത് അവരെ ഇൻവെസ്റ്റ് ചെയ്യണ വിശ്വാസം അവരിലാണ് ഒന്നാം സ്ഥാനം. അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ്. രണ്ടാം സ്ഥാനമാണ് ദൈവത്തിന് പലപ്പോഴും വരണത്. മറിയം ആ വിഷയം എടുക്കണില്ല. വായ്പയും മേടിക്കണ്ട, വിലക്കും മേടിക്കണ്ട, മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോയെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനം എടുപ്പിക്കണം. ഒരു ബന്ധത്തിന്റെ വിഷയമാണ്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയത്തിനേക്കാൾ ഉപരി ഒരു ആത്മബന്ധത്തിന്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം.